ഡൊണാൾഡ് ട്രംപ് ഇറാനോട് പറയുകയാണ് അൺകണ്ടീഷണൽ സറണ്ടർ. നിരുപാധികമായ കീഴടങ്ങൽ മാത്രമേ ഇനി ഇറാന് മുന്നിലുള്ളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വി നോ എക്സാക്ട്ലി വെയർ ദ സോ കോൾഡ് സുപ്രീം ലീഡർ എന്നാണ് പറയുന്നത്. വി നോ എക്സാക്ട്ലി വെയർ ദ സോ കോൾഡ് സുപ്രീം ലീഡർ ഈസ് ഹൈഡിങ്. ഹി ഈസ് ആൻ ഈസി ടാർഗറ്റ് ബട്ട് he is safe there. We are not going to take him out. ബ്രാക്കറ്റിൽ കിൽ. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട് എന്നതാ ഇപ്പോൾ ട്രംപ് തന്നെ പറയുകയാണ്. പരമോന്നത നേതാവ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാം. ഈ അവസരത്തിൽ അവിടെ ആക്രമിക്കില്ല. അതിനു മുൻപ് നിരുപാധികം കീഴടങ്ങുന്നതാണ് നല്ലത് എന്നാണ് ട്രംപിൻ്റെ പോസ്റ്റ്. ട്രൂത്ത് സോഷ്യലിലാണ് ഈ താക്കീതാണോ അതോ അതിനപ്പുറത്തേക്കുള്ള മറ്റെന്തോ ആണോ ട്രംപ് നൽകുന്നത്? ഒരു തരത്തിൽ മുന്നറിയിപ്പോ ഭീഷണിയോ ഒക്കെ ആയി വേണമെങ്കിൽ ഇതിനെ നമുക്ക് കാണാം. അപ്പോൾ അമേരിക്ക എന്തോ വലിയ നീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ് ഈ അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് ഇറാനോട് അയത്തുള്ള അലി ഖമൈനിയോട് ട്രംപ് പറയുന്നത്. നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. തൽക്കാലം അവിടെ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, അവിടെ ഒന്നും നിങ്ങളെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ നിരുപാധികം കീഴടങ്ങണം എന്നാണ് പറയുന്നത്. പി ജെയിംസ് ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. പി ജെയിംസ്, നമ്മൾ നേരത്തെ അമേരിക്കയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അമേരിക്ക പറയുന്നു നിങ്ങളുടെ ആകാശം തുറന്നു കിടക്കുകയാണ്, എന്തും ചെയ്യാം എന്നൊക്കെ പറയുന്നു. അതിന് തൊട്ട് പിന്നാലെ സറണ്ടർ ആവൂ, കീഴടങ്ങൂ എന്ന് ഖമൈനിയോട് പറയുന്നു. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം, അവിടെ വന്ന് ഞങ്ങളൊന്നും ചെയ്യാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അമേരിക്ക ഈ വിഷയത്തിൽ ഇസ്രായേലിനൊപ്പം നേരിട്ടിറങ്ങുകയാണോ? തീർച്ചയായിട്ടും വിജയകുമാർ, അങ്ങനെ വേണം കരുതാനായിട്ട്. ഒരു കാര്യം വളരെ വ്യക്തമാവുന്നു, ലോകക്രമത്തിൽ ഒരു മാനദണ്ഡങ്ങളും പ്രോട്ടോക്കോളുകളും ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെതിരെ വേറൊരു രാജ്യത്തിൻ്റെ നേതാവ് പറയുന്നു ഉടൻ തന്നെ കീഴടങ്ങിക്കൊള്ളൂ, അൺകണ്ടീഷണലായിട്ട് നിരുപാധികം ആയിട്ട് നിങ്ങൾ കീഴടങ്ങിക്കൊള്ളൂ, ഇല്ലെങ്കിൽ വലിയ വിപത്താണ് വരുന്നത്, നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് സോ കോൾഡ് സുപ്രീം ലീഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരമോന്നത നേതാവ് ഇറാൻ്റെ ഒളിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാം. ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ കൊല്ലണമെന്നില്ല, പക്ഷേ ഇത് കുറേ കാലം നമ്മൾ കാത്തിരിക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിൽ ട്രൂത്ത് സോഷ്യലിലൂടെ, സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനോട് പറയുന്നത്. നിലവിലുള്ള ലോകക്രമത്തിനൊക്കെ വിധമായി ട്രംപ് ഒരു സീസൺ പൊളിറ്റീഷ്യനല്ല. അദ്ദേഹത്തിന് എന്ത് തോന്നുന്നു അദ്ദേഹം പറയുന്നു. പക്ഷേ ട്രംപ് ഈ പറയുന്നതിന് അദ്ദേഹത്തിന് ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ മുഴുവൻ കിട്ടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിയാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മൊസാദിൻ്റെ കണ്ണികൾ അതിശക്തമായി അവിടെ ടെഹ്റാനിലും അവിടുത്തെ സൈന്യത്തിനുള്ളിലൊക്കെ വ്യാപിച്ചിരിക്കുന്നു. പരമോന്നത നേതാവിന് ഒളിച്ചിരിക്കുന്ന സ്ഥലം വരെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു അത്ഭുതകരമല്ല. കാരണം ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ നേതാവ്, റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഏറ്റവും സേഫായിട്ടുള്ള ഗസ്റ്റ് ഹൗസിൽ പോയപ്പോൾ അവിടെ ബോംബ് വെച്ച് കൊലപ്പെടുത്തി. അത് തീർച്ചയായിട്ടും ഈ മൊസാദിൻ്റെ ഏജന്റുമാരും ഇറാനിലെ ചാരന്മാരും ഇല്ലാതെ സാധിക്കില്ല. അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സൈനിക തലവന്മാരെ മുഴുവൻ കൊലപ്പെടുത്തി, ആണവശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തി. ഇവരെ ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ മാത്രമാണ് തൊടാത്തത്. അപ്പോൾ അതിൽ ആയത്തുള്ള ഖൊമേനിയെ വധിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് തന്നെ കൃത്യമായ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇറാൻ ഈ നിമിഷങ്ങളിലും ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഇസ്രായേലും തിരിച്ചടിക്കുന്നുണ്ട്, തിരിച്ചടി നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ട്രംപ് ഇതുവരെ അല്പം മൗനം പാലിക്കുക. ഞങ്ങൾക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ ഇരട്ടത്താപ്പിൽ നിന്ന ട്രംപ് ഇപ്പം മറനീക്കി പുറത്തു വരികയാണ്. എന്ന് മാത്രമല്ല, ഞങ്ങൾക്കറിയാം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ്, ഇതുവരെ അമേരിക്ക ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഇപ്പം ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ പക്ഷത്ത് അമേരിക്ക ചേർന്നിരിക്കുന്നുവെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു ഡെവലപ്മെൻ്റാണ്. ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരമോന്നത നേതാവിനെ പിടിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ലോകത്തിലെ ഏറ്റവും മൈറ്റി ആയിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് പറയുമ്പോൾ അവർ ഒരുപക്ഷെ ഇതൊരു ആയുധമാക്കി ഇസ്രായേലിലേക്ക് വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യത ഇന്ന് രാത്രിയുണ്ട്. കാരണം ഇതിന്റെ ഒരു അതിനൊക്കെ പറ്റുന്ന തരത്തിൽ ഇറാൻ അതിനൊക്കെ പറ്റുന്ന നിലയിലാണോ ഇപ്പോൾ? അത് ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ ടെഹ്റാന് മേൽ നടത്തിയ വ്യാപകമായ ആക്രമണം, ഇസ്രായേൽ നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിന് ശേഷം ഇറാന്റെ തിരിച്ചടി എന്നത് അത്ര കനപ്പെട്ട തിരിച്ചടി ആയിരുന്നു എന്ന് കരുതാൻ കഴിയില്ല.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൊടുത്തതുപോലെ നൂറുകണക്കിന് ബാലസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ ആകാശത്തേക്ക് വന്നതിൽ ചിലത് മാത്രമേ അവിടെ പതിച്ചുള്ളൂ. ഇപ്പോഴിതാ ഈ ഇന്ന് വൈകിട്ട് നടത്തിയ ആക്രമണങ്ങളിലൊന്നും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്നാണ് സൂചന. ഇസ്രായേൽ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ വാണിംഗ് പിൻവലിച്ചിരിക്കുകയാണ്, സേഫായി പുറത്തിറങ്ങാമെന്ന് പറയുന്നു. അപ്പോൾ ആ നിലയിൽ ഒരു മാരകമായ തിരിച്ചടിക്ക് പറ്റുമോ ഇറാന് ഇപ്പോൾ? അതിൻ്റെ സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ അല്ലല്ലോ. ഇറാന്റെ ആകാശത്തുകൂടി സ്വതന്ത്രമായി പറന്ന ലക്ഷ്യങ്ങളിൽ വലിയ മിസൈൽ ആക്രമണം നടത്തി തിരികെ പോവുകയാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ എന്നാണ് ഈ ഇൻഡിപെൻഡന്റ് റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. വിജയകുമാർ, ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ കൂടിയാണല്ലോ. ഒരു യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഞങ്ങളിതാ തീർത്തു കളയുമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇറാന്റെ കൈവശമുള്ള മിസൈൽ ലോഞ്ചറുകളിൽ 1/3 മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ. ഇനിയും 2 മിസൈൽ ലോഞ്ചറുകൾ അല്ലെങ്കിൽ മിസൈൽ വേദക സംവിധാനങ്ങൾ ഇപ്പോഴും അവരുടെ കൈവശമുണ്ടെന്നാണ്. പക്ഷേ അത് പ്രയോഗിക്കാനുള്ള സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഇവരുടെ സൈന്യത്തിൻ്റെ ചെയിൻ ഓഫ് കമാൻഡ് തകർന്നുപോയ സാഹചര്യത്തിൽ എവിടെയൊക്കെ മൊസാദ് കയറി അവരുടെ മൊസാദിൻ്റെ ഇറാനീസ് ഏജന്റുമാർ പ്രവർത്തിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അസർബൈജാനും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമാണ്. അസർബൈജാനിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അസർബൈജാനിലെ ആൾക്കാരാണ് ഇറാനിൽ ചാരപ്പണി നടത്തുന്നത് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാവുന്നുണ്ട്, ഇറാന് ഇപ്പോഴും ആയുധമുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. വിജയകുമാർ, 6 ലക്ഷം സൈനികർ, 2-2.5 ലക്ഷം റിസർവ് സേന. ഇസ്രായേലിൻ്റെ കയ്യിൽ 1,70,000 അവരുടെ കയ്യിലുള്ളത്. ഒരു കരയുദ്ധത്തിലൊക്കെ വന്നാൽ ഇറാന് അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേർക്കും അതിർത്തികൾ പങ്കിടുന്നില്ല. 1300-1500 കിലോമീറ്റർ വ്യത്യാസത്തിലായതുകൊണ്ട് കരസേനയ്ക്ക് അതിർത്തി കടന്ന് ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ ചൈന പോലെ പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെറുതെ പറയില്ല എന്ന് വേണമെങ്കിൽ കരുതാം. എന്ന് മാത്രമല്ല, ഈ ഇറാഖില് അമേരിക്ക ആക്രമിച്ചപ്പോൾ സദാം ഹുസൈൻ ഒളിവിൽ പോയിരുന്നു. സദാം ഹുസൈനെ കണ്ടെത്താൻ അമേരിക്ക അവസാനം കൈക്കൂലി കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സൈന്യത്തിൻ്റെ ഇടയിൽ നിന്ന് ചാരന്മാരെ കണ്ടെത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒളിസ്ഥലം കണ്ടെത്തി സദാം ഹുസൈനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ചിത്രങ്ങൾ വന്നതാണ്, ദൃശ്യങ്ങൾ വന്നതാണ്. അതുപോലെ തന്നെ ലിബിയയിൽ അവിടുത്തെ മുഅമ്മർ ഗദാഫി എന്ന ഭരണത്തലവനെ അമേരിക്ക തന്നെയാണ് പിടികൂടിയത്. അവിടുത്തെ ജനങ്ങളെ വിട്ടുകൊടുക്കുകയായിരുന്നു, അവർ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ചിത്രങ്ങൾ. പിന്നീട് ബറാക്ക് ഒബാമ അടുത്ത കാലത്ത് പറഞ്ഞു, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, ലിബിയയിൽ ഞങ്ങൾക്കിടെ ഇടപെട്ട് ഗദാഫിയെ പുറത്താക്കിയത് മൂലം അവിടെ അരാജകത്വമായി ആ രാജ്യം തന്നെ നശിച്ചുപോയി. ഇവൻ ഇറാഖിലും സംഭവിച്ചത് അതാണ്. സദാം ഹുസൈൻ ഭരിച്ചുകൊണ്ടിരുന്ന നാട് ഇപ്പോൾ കുട്ടിച്ചോറാവുന്ന അവസ്ഥയിൽ. അപ്പോൾ അമേരിക്ക എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ രാജ്യങ്ങൾ കുട്ടിച്ചോറായിട്ടുണ്ട്. ഇറാന് ഭരണകൂടത്തിനെതിരെ, ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും അവിടെ ഒരു ഭരണമുണ്ട്. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലുമായിട്ട് മാത്രമല്ല, ഇന്ത്യയുടെ ചാബഹാർ പോർട്ടടക്കം ഇന്ത്യയുടെ വലിയ നിക്ഷേപങ്ങളുള്ള ഒരു രാജ്യമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അങ്ങനെ തകർന്നു കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. ട്രംപ് പറയുന്ന പോലെ അത്ര എളുപ്പത്തിൽ കയറി ഇപ്പോഴും അദ്ദേഹത്തെ പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മൊസാദ് ആ തരത്തിലേക്ക് കടന്നു ചെല്ലുകയും കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇത് എന്തായാലും ഇറ്റ്സ് എ വെരി സീരിയസ് വാർണിംഗ്. അത് ഒന്നില്ലെങ്കിൽ ഇറാൻ ഇതിൻ്റെ പേരിൽ ഇവരോട് കീഴടങ്ങളുടെ ഭാഷ സംസാരിക്കാം, ഇല്ലെങ്കിൽ ഉള്ള ആയുധങ്ങളെല്ലാം എടുത്ത്